ജോബ്ലെസ് ചായവാല ഡേ 7 എന്നാ പിന്നെ തുടങ്ങിയാലോ. ഈവനിങ് 4:30 കഴിഞ്ഞു. നമ്മളിപ്പോ കഴക്കൂട്ടം കഴിഞ്ഞ് തുമ്പ ബീച്ചിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ നമുക്ക് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സ്പോട്ടിലെത്തി കറക്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ടോക്കനും കൊടുത്ത് ക്യൂ ആയിട്ട് നിർത്തി. നമ്മളിന്ന് 3 പേരാണുള്ളത്. അപ്പോൾ ക്രൗഡ് കൂടിയാലും അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ കണ്ടെയ്നറിലാക്കി സെറ്റ് ചെയ്ത് വെക്കണുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല ആൾ കുറവുണ്ട്. എന്നാലും നമുക്ക് ഇത് ഇത്രയും പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം വന്ന ആ ഒരു ക്യൂ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മാനേജ് ചെയ്ത് വിട്ടു. അതിനുശേഷം പിന്നെ കുറേശ്ശെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വന്നവർക്കൊക്കെ നമ്മൾ 3 പേരും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കണ്ടെയ്നറിൽ കാണുന്ന കുറച്ച് സാധനം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇന്നത്തെ സെയിൽ എല്ലാം കഴിഞ്ഞ് വന്നിടന്ന് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മ. നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോഴേക്കും നമുക്കൊരു ടാറ്റു ബുക്കിംഗ് ഏകദേശം ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. കസ്റ്റമർ ഗൾഫിൽ നിന്ന് വന്ന് ഇന്നലെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് മോർണിംഗ് ആണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പുള്ളിക്കാരന് നേരെ പത്തനംതിട്ടയ്ക്ക് പോവേണ്ടതാണ്. ഹെവി ടാസ്ക് ആണ് ഗൈസ്. ഇങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം.